കായലിനും കടലിനും നടുവിൽ നിലകൊള്ളുന്ന പുണ്യപുരാതനമായൊരു മഹാക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി അമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് മധുരപായസത്തേക്കാൾ മധുരമായി അനുഗ്രഹം നൽകുന്ന കാട്ടിലമ്മ. സ്നേഹനിധിയായ കാട്ടിലമ്മയുടെ അടുത്ത് വന്ന് മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ആചാരമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വ്രതശുദ്ധിയോടെ എത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം പൂജിച്ചു തരുന്ന മണിയുമായി ഇവിടെയുള്ള പേരാൽമരത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം മണി മരത്തിൽ കെട്ടുന്നതോടെ തൻ്റെ ഏതാഗ്രഹവും നടക്കും എന്നതാണ് വിശ്വാസം. ഇങ്ങനെ 3 തവണ വന്ന് മണി കെട്ടണമെന്നാണ് വിശ്വാസം. ഇത് വിശ്വാസം മാത്രമല്ല, പിന്നീട് തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഭക്തർ വീണ്ടും വീണ്ടും ഈ ക്ഷേത്രത്തിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. പ്രധാന വിഗ്രഹം കൂടാതെ ഗണപതി, ദുർഗാദേവി, മൂർത്തി, യോഗീശ്വരൻ, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ തുടങ്ങി ഉപദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. ഇവിടെ വെള്ളിയാഴ്ച തോറും ശത്രുദോഷത്തിനായി ശത്രുസംഹാര പുഷ്പാഞ്ജലിയും നടത്തുന്നു. കൂടാതെ അമ്മയുടെ ഇഷ്ടവഴിപാടായി ഇരട്ടിമധുര പായസവും അറുനാഴി മഹാനിവേദ്യവും സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജന തിരക്ക് കാരണം ക്ഷേത്രഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. രാജഭരണ കാലഘട്ടം മുതലേ ഈ പുണ്യഭൂമിക്ക് എന്തോ ചൈതന്യമോ പ്രത്യേകതയോ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കൊട്ടാരത്തിൽ കടവെന്ന ഈ കടവിൻ്റെ നാമധേയം തന്നെ. അതിഭയങ്കരമായ തിരക്ക് കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വഴിപാടു നൽകുന്ന കൗണ്ടർ തന്നെ ഇവിടെ കാണാം. വഴിപാടിൻ്റെ രസീത് എഴുതുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് രസീത് കിട്ടുക. ആ പാത്രത്തിൻ്റെ നിറം നമ്മൾ ഓർത്തു വയ്ക്കുകയും വേണം. തിരക്കുള്ള സമയത്ത് വഴിപാട് മേടിക്കുന്ന സ്ഥലത്ത് ഓരോ നിറത്തിലുള്ള പാത്രത്തിനും ഓരോ വരികൾ നമുക്കിവിടെ കാണാം. തന്നിൽ അഭയം പ്രാപിച്ച മക്കളുടെ സുഖദുഃഖങ്ങൾ ആരാഞ്ഞ് അനുഗ്രഹവർഷം ചൊരിയുവാൻ വർഷം തോറും നടന്നു വരുന്ന അമ്മയുടെ തിരുമുടി പറക്കെഴുന്നള്ളിപ്പ് കണ്ട് അനുഗ്രഹം നേടാൻ ഭക്തജന ലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിശാലമായ മണൽപ്പരപ്പിനു നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയൊരുക്കുന്നു. 2004 സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നതും അതിശയകരമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നു. ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ്. അതിൻ്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും 5 കിണറുകളും 1 പനയും ക്ഷേത്ര പരിസരത്ത് കാണാം. കടലിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര കിണറ്റിൽ നിന്നും ലഭിക്കുന്ന ശുദ്ധജലം ഏവരെയും പുളകം കൊള്ളിക്കുന്നതും അത്ഭുത പരതന്ത്രരാക്കുന്നതുമാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ ജനലക്ഷങ്ങളാണ് എത്തിച്ചേരാറുള്ളത്. വ്യക്തവും ചരിത്രപരവുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ശതാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേരരാജ്യത്തിൻ്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻ മുതൽ ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിലമ്മ വാണരുളുന്ന സ്ഥലം. AD 1781 പൗർണമിയും പുഷ്യനക്ഷത്രവും ചേർന്നു വന്ന പൗഷമാസത്തിലെ പൂയം നാളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് മഞ്ചിമാർഗം മടങ്ങിവരവേ
ചെറിയ മയക്കത്തിലായിരുന്ന അദ്ദേഹത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും പിന്നീട് അത് കടലിൽ താഴ്ന്നു പോകുന്നതായും സ്വപ്നദർശനമുണ്ടായി. മയക്കമുണർന്ന മഹാരാജാവ് വഞ്ചി അടുപ്പിച്ച ശേഷം ദേവീ ചൈതന്യം കണ്ട ദിക്കിലേക്ക് പുറപ്പെട്ടു. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയ അദ്ദേഹം വളരെ നേരം അവിടെ ധ്യാനനിരതനായിരുന്നു. ദേവീ ദർശനം ലഭിച്ച് ധ്യാനത്തിൽ നിന്നുണർന്ന് ഈ സ്ഥലത്ത് ദേവീ ചൈതന്യം കുടികൊള്ളുന്നുവെന്നും ഇവിടെ മഹാക്ഷേത്രം ഉദയം ചെയ്യുമെന്നും ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തികൾ ഉൾക്കൊണ്ട് ഈ ദേവീക്ഷേത്രം ഭാരതവർഷം മുഴുവൻ പ്രകീർത്തിക്കപ്പെടുമെന്നും അരുളി ചെയ്തു. തുടർന്നും ഈ പുണ്യഭൂമിയിൽ ദർശനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർക്കും വിശ്രമത്തിനായി കായൽ തീരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. പിന്നീട് ഈ സ്ഥലം കൊട്ടാരക്കടവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് പൊന്മനയുടെ വടക്കുഭാഗത്തായി ഒരു എട്ടുകെട്ടുണ്ടായിരുന്നു. ആ വീട്ടുകാർ നല്ല വ്യക്തിത്വത്തിനുടമകളും പൊന്മന നിവാസികളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ ജനസമ്മതരുമായിരുന്നു. അക്കാലത്ത് കൃഷിക്കാവശ്യമായ വളങ്ങളും മറ്റും വാങ്ങുന്നതിന്, കാർഷിക വിളകൾ വിൽക്കുന്നതിനും ദൂരദേശങ്ങളിൽ പോകേണ്ടിയിരുന്നു. ഇന്ന് TS കനാൽ എന്നറിയപ്പെടുന്ന കായലായിരുന്നു അന്ന് പൊന്മന നിവാസികളുടെ പ്രധാന ഗതാഗത മാർഗം. ഈ കായൽ മാർഗം വലിയ കേവ് വള്ളത്തിൽ ചരക്ക് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ആ എട്ടുകെട്ടിലെ കാരണവർ തൻ്റെ സഹായികളുമായി കൃഷിക്കാവശ്യമായ വളം വാങ്ങുന്നതിനും മറ്റുമായി ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചമ്പക്കുളം എന്ന സ്ഥലത്തെത്തി വള്ളം കരയ്ക്കടുപ്പിച്ച് വളം വാങ്ങുന്നതിനും മറ്റുമായി നടന്നു. കുറച്ചു ദൂരം ചെന്ന് അപ്പോൾ 7-8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പ്രഭാമയിയായ ബാലിക നിന്ന് കരയുന്നത് കാണുവാനിടയായി. അവർ ബാലികയെ ആശ്വസിപ്പിച്ചതിന് ശേഷം വളം വാങ്ങുന്നതിനായി കടന്നു പോവുകയും ചെയ്തു. എങ്കിലും കാരണവർക്ക് മുൻജന്മ ബന്ധം പോലെ വേർപിരിയാനാകാത്ത ഒരു മാനസിക അടുപ്പം കുട്ടിയോട് തോന്നി. മടങ്ങി വരുമ്പോഴും ബാലിക അവിടെ തന്നെ നിന്ന് കരയുകയായിരുന്നു. പ്രഭാമയിയായ ബാലികയുടെ നിഷ്കളങ്ക ഭാവം കാരണവരെ എല്ലാം മറന്ന് വല്ലാതെ ആകർഷിച്ചു. കാരണവരുടെ കൂടെ പോകുവാൻ തികഞ്ഞ താല്പര്യം കാണിച്ച ബാലികയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കാരണവർ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിയെയും കൂട്ടി ചമ്പക്കുളത്ത് നിന്നും യാത്ര തിരിച്ച് കാരണവർ കന്നിട്ടക്കടവിലെത്തിയപ്പോൾ സമയം സന്ധ്യ മയങ്ങിയിരുന്നു. അദ്ദേഹം ചമ്പക്കുളത്ത് നിന്നും ഒരു ബാലികയെ കൊണ്ടുവന്ന വിവരം കാട്ടുതീ പോലെ പൊന്മനയിൽ പടർന്നു. ഈ കാലയളവിൽ തന്നെ ആ എട്ടുകെട്ടിലെ കാരണവരുടെ ബന്ധുക്കളായ 2 കുടുംബം പൊന്മനയുടെ തെക്ക് ഭാഗത്ത് ഇന്ന് ക്ഷേത്രത്തിലെ മുടിപ്പുര സ്ഥിതി ചെയ്യുന്നതിന് കിഴക്കുവശത്തായി കാട്ടിൽ കുടുംബമെന്ന പേരായ 4 കെട്ടിലുണ്ടായിരുന്നു. ചമ്പക്കുളത്ത് നിന്നും കൊണ്ടുവന്ന ബാലിക പൊന്മനയുടെ വടക്കുഭാഗത്തുള്ള 8 കെട്ടിലെ സകല സൗഭാഗ്യങ്ങളോടും കൂടി വളർന്നു. വിവാഹപ്രായമായപ്പോൾ കുട്ടിയെ കാരണവർ കാട്ടിൽ പടിയിറ്റതിലെന്ന വീട്ടിലെ ഒരു യുവാവിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ സന്തോഷപൂർണമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു. കാലം കടന്നുപോയി. ഇതിനിടെ ഒരിക്കൽ ജ്ഞാനികളായ ചില ദൈവജ്ഞർ ഈ കുടുംബത്തിലെത്തുകയുണ്ടായി. വിശാലമായ കടൽപ്പുറവും മനോഹര ഗ്രാമവും ദേവിക്കിഷ്ടപ്പെട്ടു എന്നും അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അമ്മയ്ക്ക് കുടികൊള്ളുവാൻ താൽപ്പര്യമുള്ള സ്ഥലത്ത് അമ്മ തന്നെ 8 വരകളാൽ അടയാളം തരുമെന്നും ആ സ്ഥലത്ത് 8 കല്ലുകൾ എടുത്തിട്ട് അതിൽ ദീപം തെളിയിച്ചാൽ മതിയെന്നും നിർദ്ദേശിച്ച ശേഷം ജ്ഞാനികളുടെ നിർദ്ദേശം പാലിക്കുവാൻ കാട്ടിൽ പടിയിറ്റതിൽ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുടുംബക്കാർ ഒത്തുചേർന്ന് ദേവിക്ക് ശ്രീകോവിൽ നിർമ്മിച്ചു. ചെങ്ങന്നൂരിൽ നിന്നും കൊണ്ടുവന്ന ദേവീ വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥാനമാണ് ഇപ്പോൾ കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയും നട തുറക്കും. എന്നും പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കടലും കായലും അതിരിടുന്ന കറുത്ത പൊന്നിൻ്റെ നാട്ടിലെ ഉത്സവം അതാണ് കൊല്ലം കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം. വൃശ്ചിക മാസം 1-ന് കൊടിയേറി 12-ന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളാണ് കായൽ കടന്ന്
കടലോരത്തെ ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്ക് വസിക്കുവാനായി ആയിരക്കണക്കിന് കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്കയങ്കി, ഘോഷയാത്ര, വൃശ്ചികപ്പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവ നടത്തിവരുന്നു. ആർത്തിരമ്പി വരുന്ന കടലിൻ്റെ മണിനാദത്തിൽ പ്രതിധ്വനിക്കുന്ന ക്ഷേത്രവും ദാരികനെ വധിച്ച ഉഗ്രഭാവ മൂർത്തിഭാവത്തോടെ ഇവിടുത്തെ ദേവതയും ഭക്തർക്ക് മാതൃസ്ഥാനത്ത് ചൈതന്യം തുളുമ്പുന്ന ദേവീ വിഗ്രഹവും ശതകോടി സൂര്യപ്രഭയോടെ സർവൈശ്വര്യ പ്രദായിനിയായി രാജകീയ പ്രൗഢിയോടെ ദേവി ഇവിടെ കുടികൊള്ളുന്നു.